ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇപ്പോൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെയൊക്കെ വീട്ടിലെ മിക്ക വീടുകളിലും ഉണ്ടാവും നനയിഴങ്ങെന്ന് പറയും. ചേമ്പും ചേനയും പോലെ തന്നെ ഒരു മണ്ണിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൊരു എന്തുവാണ് അതിന് പറയാം, പ്ലാന്റാണ് നനയിഴങ്ങെന്ന് പറയുന്നത്. അത് ചേമ്പിൻ്റെയും ചേനയുടെയൊക്കെ അതേ രീതിയിൽ തന്നെയാണ്. ചേമ്പ്, ചേന, ചെറുവള്ളിക്കിഴങ്ങ് അതിൻ്റെയൊക്കെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നടുന്നതും അതിന് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ നട്ട ഒരു നനയിഴങ്ങിൻ്റെ വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു വിളവെടുപ്പ് വീഡിയോ ആണ്. വിളവെടുപ്പ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ചാൽ നനയിഴങ്ങെന്നാണ് ഇതിനിവിടെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ സ്ഥലത്തിന് എന്താണ് ഇതിന് പേരെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ ഇവിടെ ഇതിന് നനയിഴങ്ങെന്നാണ് പറയുന്നത്. ഇതൊരു 8 മാസം മുന്നേ നട്ടിട്ടുള്ളതാണ്. പിന്നീട് വലിയ ട്രീറ്റൊന്നും ചെയ്തിട്ടില്ല. നട്ട സമയത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മളെ ചാരമൊക്കെ ഇട്ടിട്ട് വളരെ നന്നായിട്ട് ഡോളോമൈറ്റൊക്കെ ചേർത്ത മണ്ണിലൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെയാണ് നട്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ വിളവെടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇത്രത്തോളം നല്ലൊരു വിളവാണെന്നാണ് എൻ്റെ തോന്നൽ. കണ്ടത് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം. ഇവിടെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമല്ല, ഒരു 2-3 മാസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ല. തുടർച്ചയായിട്ടുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൃഷികളായാലും ചെടികളായാലും എനിക്ക് നല്ല രീതിയിൽ നോക്കാനും ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം ഇല്ലായിരുന്നു. ഒരസുഖം വന്ന് അത് മാറും, പിന്നെ കുട്ടികൾക്ക് അങ്ങനെ മാറി മാറി അസുഖങ്ങളായിരുന്നു. അതാണ് വീഡിയോസൊന്നും ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട വിധത്തിൽ പിന്നീട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യാനോ വളം കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്കിതൊന്ന് നോക്കാം, എത്രത്തോളം വിളവുണ്ടാവുമെന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ നനയിഴങ്ങെന്ന് പറയുന്ന പ്ലാന്റ്. അതൊരു ടൈപ്പ് ഓഫ് ക്ലൈംബറാണ്. അത് മണ്ണിൽ അതിൻ്റെ കിഴങ്ങ് നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നടേണ്ട, മാവിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നടേണ്ടത്. അതങ്ങ് നന്നായിട്ട് അതിനെ താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ മേളിലോട്ട് പടർന്നു പോവും. അത് മകരത്തിലാണ്, അതായത് ജനുവരിയിലൊക്കെയാണ് നടേണ്ട ഒരു സീസൺ എന്ന് പറയുന്നത്. എത്രത്തോളം ഇതിനിങ്ങനെ പടർന്ന് പിടിക്കാനുള്ളൊരു കപ്പാസിറ്റി, ഒരു സ്ഥലമുണ്ടോ, സ്പേസ് ഉണ്ടോ, അത്രത്തോളം നല്ല വിളവായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും നമ്മുടെ വിളവൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ ഇത് നമ്മൾ കിളച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പിച്ചാത്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ നനയിഴങ്ങിൻ്റെ വള്ളി ഈ മണ്ണിനോട് ചേർന്നിരിക്കുന്ന പോഷൻ വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. വള്ളി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞ് മുള്ളുകളുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധയോടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണ് മാറ്റി നമ്മുടെ വിളവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാവുന്നതാണേ. ഈ നനയിഴങ്ങെന്ന് പറയുന്ന നമ്മുടെ ചേമ്പും ചേനയും കണക്കുള്ള ഒരു പ്ലാന്റാണ്. ഇതിൽ നാട്ടിലൊരു ചൊല്ലുണ്ട്, മകരത്തിൽ നട്ട് മാവിലയിൽ പടർത്തണം എന്നൊക്കെയാണ് ഇതിൻ്റെ ചൊല്ല്. പക്ഷേ എന്തായാലും ഞാനിവിടെ പടർത്തിയിരിക്കണ മാവിലൊന്നുമല്ല, ഊത് എന്ന് പറയുന്നൊരു സസ്യമുണ്ട്. നമ്മൾ ഈ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റാണ്. ഞാൻ ഒരു നഴ്സറിയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി മേടിച്ചുകൊണ്ട് വച്ചിരിക്കുന്നതാണ് ആ പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ വേര് എന്താണ് സ്റ്റെമ്മാണ് ഇത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാവ് കണക്കൊക്കെ തന്നെ വലുതാവുന്നൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അതേപോലത്തെയൊക്കെ ഒരു ലീഫാണ് ഇതിൻ്റെ ലീഫ്. ഇതിൽ മുള്ളുണ്ട്, സൂക്ഷിച്ച് വേണം നമുക്കത് അടർത്തിയെടുക്കാനായിട്ട്. മണ്ണൊത്തിരി തോനെയുണ്ട്. ഞാനിങ്ങനെ ഇളക്കി മാറ്റിയെടുക്കുവാണേ. ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഒരു കായ അല്ലല്ലോ എൻ്റെ പേരെന്താ പറയുക, ഒരു കിഴങ്ങ്, നനയിഴങ്ങ് ഒരു കിഴങ്ങ് ഇതാ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ്. ഞാനിത് അടർത്തിയെടുക്കുവാണേ. കണ്ടോ, ഇതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാനിത് ഭയങ്കരമായിട്ട് സ്പേസൊന്നും എനിക്കില്ല, വളരെ കുറച്ചൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. മുറ്റം കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസേ ഉള്ളൂ ഇതൊക്കെ നടാനായിട്ട്. അപ്പോൾ അതൊരു കൃഷി തോന്നി നട്ടതാണ്. എങ്ങനെ ഇരിക്കും എന്ന്, ഇതെനിക്ക് കറി വയ്ക്കാനായിട്ട്, എനിക്ക് അവിയൽ വയ്ക്കാനൊക്കെ നല്ലതായിരുന്നു. അവിയൽ നമുക്ക് പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം. ചേമ്പും ചേനയൊക്കെ പുഴുങ്ങി കഴിക്കുന്ന പോലെ പുഴുങ്ങിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ കഴിക്കാനായിട്ട്
എനിക്ക് അമ്മ കൊണ്ടുവന്നതാണ്. പക്ഷേ എങ്കിൽ എനിക്കത് കഴിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അത് അടുക്കളയിൽ തന്നെ ഇരുന്ന് കിളിർത്ത് വന്നതാണ്. കിളിർത്ത് വന്നപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടങ്ങ് നട്ടേക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കൊണ്ട് നട്ടതാണ്. നോക്കിയേ, ഇതാ വീണ്ടും അടുത്ത കിഴങ്ങുകൾ കാണാവുന്നതാണ്. നമുക്ക് അടർത്തിയെടുക്കാവേ. അതും അടുത്തത് ഞാൻ വീണ്ടും എടുക്കുവാണേ. ഇതിത്തിരി പാടുള്ള ജോലിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കണം കേട്ടോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. വീണ്ടും ഉണ്ട്. വീണ്ടും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന കണക്കല്ല കേട്ടോ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ചുവട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഇത് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് സ്പേസിലങ്ങ് പിടിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാവേ. ഇത് തോനെയുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഇതെല്ലാം ഞാൻ കൊണ്ട് കടയിൽ കൊടുത്ത് വിൽക്കണോ എന്തോ ചെയ്യുമെന്നാണ് എനിക്ക് ആകാംക്ഷ. എടുക്കാൻ പറ്റുന്നില്ല. പൊട്ടാണ്ടെടുക്കണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര ഹാർഡാണ്. അയ്യോ, അതിൻ്റെ അകത്തുണ്ടായിരുന്നേ. കുഞ്ഞാണ് കേട്ടാ. കണ്ട, വളരെ ഹെൽത്തിയാണ്. ഇതൊക്കെ വളരെ 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 ജൈവപരമായ രീതിയിൽ മാത്രം ഞാൻ കൃഷി ചെയ്തതാണ്. കണ്ട, വളരെ വലുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ. തോനെയുണ്ട് കേട്ടോ. എത്രത്തോളം ഉണ്ടാവുമെന്ന് ലാസ്റ്റ് ഞാൻ എല്ലാം കാണിക്കാം. ഞാൻ നിങ്ങളുടെ അടർത്തി എടുക്കുവാണേ. കൊള്ളാലോ, ഒത്തിരി ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. നോക്കിയേ, ഉറച്ചിരിക്കുന്നുണ്ടോ? നമുക്ക് മൊത്തം എടുക്കാവേ. ഇതിൻ്റെ അകത്തോട്ടൊക്കെ തോനെയുണ്ട്. നമ്മൾ ക്ഷമയില്ലാണ്ട് പിച്ചി എടുത്തു കഴിഞ്ഞാൽ പൊട്ടിയാൽ അതിന് കേട് പറ്റും. ആ കിഴങ്ങിന് കേട് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. കണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനിത് ഭയങ്കര ആധികാരികമായിട്ടൊന്നും കൃഷി ചെയ്തതല്ല. എനിക്കില്ല, കഴുത്തിനൊക്കെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ജനുവരിയിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് അടുക്കളയിലിരുന്ന് കിളിർത്ത് വന്നാണ്ടപ്പം വിഷമം തോന്നിയിട്ട് ഞാൻ ഈ സാധനം വെച്ചിട്ട് നമ്മുടെ മണ്ണൊന്ന് ജസ്റ്റ് നീക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിക്കൊണ്ടങ്ങ് കുഴിച്ച് വെച്ചതാണേ. വീണ്ടും ഇരിക്കുന്നുണ്ടോ? എന്തായാലും നട്ട സമയം കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്. ഒത്തിരി ഡോളോമൈറ്റും ഈ ചെടികൾക്കൊക്കെ ഇടാനായിട്ട് നമ്മുടെ ചാണകവും ചാരവും ഒക്കെ ഞാൻ ഒത്തിരി ഈ മണ്ണിൽ മുന്നേ കൂട്ടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നട്ടതിന് ശേഷമൊന്നും ഞാൻ ഒന്നും അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു. എന്നാലും മുറ്റമൊക്കെ തൂക്കുന്ന കരിയിലയൊക്കെ ഇതിൻ്റെ ചോട്ടിലെടുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. ഇതൊരു ചുവടിയിൽ നിന്നാണെന്ന് ഓർമ്മിക്കണം. മാത്രമല്ല പ്രത്യേകിച്ച് ഒരു വളവും ഞാൻ കൊടുത്തിട്ടുമില്ല. ഞാനിപ്പം ചുവടും കഴിഞ്ഞ് നട്ട ചുവടിൽ നിന്ന് ഒത്തിരി വ്യത്യാസത്തിൽ ഇത് സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ചുവട്. ഒന്ന് പിടിച്ച് നോക്കാം. എൻ്റെ കൈ മുറിയും, അതാണ് പേടി. മുള്ളുണ്ട് കേട്ടോ, വേരിലും കുഞ്ഞു മുള്ളുകളുണ്ട്. ഇതാണ് നമ്മുടെ ചുവട്. ഉണ്ടോ? കുഞ്ഞു കുഞ്ഞു ബൾബ് കണക്കത്ത. എനിക്ക് തോന്നുന്നു നമ്മുടെ പൊട്ടാറ്റോസിൻ്റെ ആ ഒരു സ്ട്രക്ചറാണല്ലേ. ഇനിയുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. പക്ഷേ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഈ ഇലയൊക്കെ കിളിച്ച് വരുമ്പോഴത്തേക്ക് എന്നും ഇവരെടുത്തൊന്ന് പറയുമായിരുന്നു. എൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. വിഷമമുണ്ട്. ഈ മണ്ണൊക്കെ കിളച്ച് വെച്ചിടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഹെൽത്ത് തന്നെ അനുവദിക്കുന്നില്ല. പിന്നെ ഇതാകെ 2 ചോടേ ഞാൻ വെച്ചിട്ടുള്ളൂ.
ഇതിനായിട്ടൊരു പണിക്കാരനെ നിർത്തുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ആരെയും നിർത്താത്തത്. ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, എൻ്റെ സാഹചര്യം മനസ്സിലാക്കണം എന്ന് ഞാൻ അവരുടെ അടുത്തൊന്ന് പറയും. നോക്കിയേ, വീണ്ടും ഇരിക്കുന്നത് എന്നെ വിഷമപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഒത്തിരിയും പിടിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ആഗ്രഹിച്ച് ഒരു കാര്യം ചെയ്താൽ അതിന് നമുക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ടായിരിക്കും കിട്ടുക എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് വെച്ചാൽ അത് ഗാർഡനിങ്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ കൃഷി ചെയ്യുന്നത്, ചെടി നടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ ഏറ്റവും ഇഷ്ടമായിട്ട് ചെയ്യുന്ന ജോലിയാണത്. ഇത് തടിമാടനാണ്, ശ്രമിച്ചിട്ട് വരുന്നില്ല. നോക്കാം. ഇപ്പം ടയർഡായിട്ടുണ്ട്, വരുന്നില്ല. ഹൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ടും കരുതിയതാ ഇത്ര ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സമയത്തൊന്നും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല, മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിൽ വെറും ജൈവവളം മാത്രം യൂസ് ചെയ്തതാണ്. നമ്മുടെ കൈകൊണ്ട് നമ്മളൊരു കുഞ്ഞു മുളക് നട്ടിട്ട് അതിൽ നിന്ന് ഒരു കായ പിച്ചിയെടുത്താലും കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഞാനത് മാക്സിമം അത്തരം സന്തോഷങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളുമാണ്. ഓക്കെ ഓക്കെ. അപ്പം ഗൈസ്, ഞാൻ വീണ്ടും ഒന്ന് നോക്കുകയാണ് ജസ്റ്റ്. അയ്യോ, അങ്ങോട്ടോട്ടും പോയിട്ടുണ്ട് കേട്ടോ. അതൊരു ചെറിയൊരു പീസാണ്. എന്തായാലും മതി, തളർന്നു ഞാൻ. ഇനി നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് നോക്കാവേ നമ്മുടെ വിളവ് എത്രത്തോളം ഉണ്ടെന്ന്. ഗൈസ്, ഞാനിത് ഒരു ബക്കറ്റിലോട്ട് പറക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഞാൻ ആദ്യം മുറ്റത്തുനിന്ന് മാറി വെച്ചിട്ട് കാണിച്ചു തരാവേ ഈ സ്പേസിൽ നിന്ന്. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ഒരു നനകിഴങ്ങിൻ്റെ ചുവടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിളവ്. ഇതൊത്തിരി തോനെ വിളവ് തന്നെയാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, വലിയ വളവും ട്രീറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ചോട്ടിക്കൊണ്ട് നട്ടി വെച്ചു, അതും കൈ കൊണ്ട് തോണ്ടിക്കൊണ്ട് നട്ട് വെച്ചു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു, കരിയിലയൊക്കെ എടുത്തിട്ട് കൊടുക്കാമായിരുന്നു, മുറ്റം തൂക്കുന്നു. ഇതാണ് അതിൻ്റെ ചുവടെന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു പോർഷനാണ് എൻ്റെ കുഞ്ഞ് ബാലൻസ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ പൊട്ടിച്ചിടാവേ. വളരെ സന്തോഷമുണ്ട്. ഇതിന് ഞാൻ ചെയ്ത വളം വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജൈവവളം, അതായത് നമ്മുടെ ഡോളോമൈറ്റ് ആൾറെഡി ആ സ്പേസിൽ ഞാൻ ഇടാറുണ്ട്. മണ്ണ് ട്രീറ്റ് ആവാനായിട്ട് ഡോളോമൈറ്റ് ഇടാറുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി എടുത്ത് പറയുന്നില്ല. ചാണകവും ചാരവും മാത്രമാണ്. പിന്നെ നമ്മുടെ കരിയില വളം, ഉണങ്ങിയ പില്ല്, മുറ്റത്തു നിന്നൊക്കെ പുഴുകുന്ന ഉണങ്ങിയ പില്ല്, ഇതൊക്കെയാണ് അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പം എത്ര കിലോ ഉണ്ടാവും ഒന്ന് ഗസ് ചെയ്യണേ. ഗസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നനകിഴങ്ങിൻ്റെ ഒരു വിളവെടുപ്പാണ് നിങ്ങൾ കണ്ടത്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.